ഗവൺമെന്റ് വന്ന് മുറിച്ചുകൊണ്ട് പോകും. അതിന്റെ വില കണക്കാക്കി 70% തുക സ്ഥലത്തിന്റെ ഉടമസ്ഥന് കൊടുക്കും. 70% ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ 7 ലക്ഷം രൂപ സ്ഥലത്തിന്റെ ഉടമസ്ഥനും 3 ലക്ഷം രൂപ ഗവൺമെന്റ് എടുക്കും എന്നുള്ള രീതിയിലേക്ക് നിയമം വന്നു. വീണ്ടും നിയമങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ചന്ദനം നടാം, കൃഷി ചെയ്യാം, വളർത്താം, പരിപാലിക്കാം, വിൽക്കാം. പക്ഷേ അതിന് ചെറിയ റെസ്ട്രിക്ഷൻസ് കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. വരുന്ന 2-3 വർഷത്തിനുള്ളിൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെറിയ നിയമ തടസ്സങ്ങളും കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ അത്തരത്തിൽ മരം ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനോ വീടിന് ഭീഷണിയാവാനോ കാത്തു നിൽക്കണ്ട, കൃഷിയായിട്ട് നമുക്ക് ചെയ്യാം. അത് മുറിക്കേണ്ട സമയമാവുമ്പോൾ നമ്മളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വിവരം അറിയിക്കണം, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് വിവരം അറിയിക്കണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും വന്നത് ഇൻസ്പെക്ട് ചെയ്ത് മരം ഇൻസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഭൂമി, മരം നിൽക്കുന്ന ഭൂമിയുടെ രേഖകളും ഇൻസ്പെക്ട് ചെയ്യുന്നു. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ വന്ന് ഈ മരം മുറിച്ചുകൊണ്ട് പോകും. മുറിക്കുകയല്ല ചെയ്യാം, പിഴുതെടുക്കുകയാണ് ചെയ്യാം. ഇത് പിഴുതെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചന്ദനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്, ചന്ദനത്തിന്റെ ഇല ഒഴികെ ബാക്കി എല്ലാ പാർട്സിനും കിലോന് റേറ്റ് കിട്ടും. കിലോ റേറ്റ് നേരത്തെ പറഞ്ഞില്ലേ, കാതലിന്റെ റേറ്റ് പറഞ്ഞു. അപ്പൊ കാതലിന് കിട്ടുന്ന വില ഏറ്റവും കൂടിയ വിലയാണ് 20,000 തുടങ്ങി 25,000 വരെ. ഇനി അതിന് തൊട്ട് താഴെ വില കിട്ടുന്നതിന്റെ വേരിനാണ്. വേര്, ഇപ്പൊ കാതൽ, വേര്, പിന്നെ ഇതിന്റെ കാതലിന് പുറത്തുള്ള വെള്ള, പിന്നെ ഇതിന്റെ അകത്തെ തൊലി, പുറത്തെ തൊലി, പിന്നെ പല വണ്ണത്തിലുള്ള കൊമ്പും ചില്ലകളും, പിന്നെ ഇത് മുറിക്കുമ്പോണ്ടാകുന്ന പൊടി, നമ്മുടെ അറക്കപ്പൊടി എന്നൊക്കെ പറയുന്നത്. ഇതിനെല്ലാത്തിനും ഇനം തിരിച്ച് കിലോന് തന്നെ റേറ്റ് കിട്ടും. ഇല ഒഴികെ ബാക്കി എല്ലാ പാർട്സിനും കിട്ടും. അങ്ങനെ 15 വെറൈറ്റി ആയിട്ട് തിരിച്ച് ഇവരിത് കൊണ്ടുപോവുകയും ലേലം ചെയ്ത് കിട്ടുന്ന പൈസ ഈ ഭൂമി ആരുടെ പേരിലാണോ ആ ആളുടെ പേരിലേക്ക് 100% മുഴുവൻ തുകയും ആ ഭൂമിയുടെ ഉടമസ്ഥന് തന്നെ നൽകുന്ന രീതിയിലേക്ക് ഇന്ന് നിയമം മാറിക്കഴിഞ്ഞു. അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രോത്സാഹനങ്ങളുണ്ട്. തൈ വാങ്ങാനുള്ള പൈസ, പരിപാലിക്കാനുള്ള പൈസ ഒക്കെ ഗവൺമെന്റ് ഇങ്ങോട്ട് തരുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ബജറ്റില് 2024 ബജറ്റില് പുതിയൊരു പ്രപ്പോസൽ കൂടെ ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആരുടെയെങ്കിലും പറമ്പില് ഇത്തരത്തിൽ അവര് കൃഷി ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള ചന്ദനമരം ഉണ്ടെങ്കിൽ ആ മരം മുറിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഏകദേശം വണ്ണവും ഉയരമെല്ലാം കണക്കാക്കിയിട്ട് ഒരു വില കണക്കാക്കും. ആ കണക്കാക്കുന്ന വില മുറിക്കുന്നതിന് മുമ്പ് തന്നെ പകുതി പൈസ, ഉദാഹരണം 25 ലക്ഷം രൂപ കിട്ടുന്ന ഒരു മരം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി 12.5 ലക്ഷം രൂപ മുറിക്കുന്നതിന് മുമ്പ് തന്നെ ആ മരത്തിന്റെ ഉടമസ്ഥൻ, ഭൂമിയുടെ ഉടമസ്ഥന് കൊടുക്കുക എന്നുള്ള ഒരു പ്രപ്പോസലും കൂടെ പോയിട്ടുണ്ട്. ബില്ല് പാസ്സായിട്ടില്ല, ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെ വരെ എത്തി നിൽക്കുകയാണ്.